ലൈവിൽ ഇപ്പോൾ അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സാബുമോൻ അവരിയ്ക്കുന്നതിന് സോഫയ്ക്ക് ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ നടക്കുകയാണ്. അക്ബർ ചോദിക്കുന്നത്, എടാ നീ എന്തിനാണ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്? നിനക്ക് കറക്റ്റായിട്ടുള്ള തടിയാണല്ലോ, പിന്നെ നീ എന്തിനാണ് നടക്കുന്നത്? അതേ എനിക്കറിയാം, നടക്കുന്നത് നല്ലതാണ്, എനിക്കറിയാം എൻ്റെ ശരീരത്തിനുള്ള വ്യത്യാസം. അപ്പം നടക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് സാബുമോൻ നടക്കുകയാണ് വീണ്ടും. അപ്പം അക്ബർ പറയാണ്, പക്ഷേ ഇവിടുന്ന് തരുന്ന ഫുഡ് വെച്ച് നോക്കിയാൽ നമ്മളങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇനിയും ഈ ശരീരം വെച്ചിട്ട് ഇനിയും നടക്കുവാണെങ്കിൽ നീ ഡിലീറ്റായി പോകൂടാന്ന് അക്ബർ പറയാണ്. അല്ല, ഇപ്പോൾ കറക്റ്റായിട്ടിരിക്കുക ബോഡി, പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്ന സാബുമോൻ വീണ്ടും. അതിന് നിനക്ക് ഇപ്പോൾ ഭക്ഷണം അധികം ഇല്ലല്ലോ, ഇവിടെ കഴിക്കാൻ ഭക്ഷണം ഇല്ലല്ലോ. അത് കഴിഞ്ഞ് അക്ബർ ആര്യനോട് പറയുന്നത്, നീ നന്നായിട്ടിരിക്കുക, എനിക്ക് നിന്നെ കാണുമ്പോൾ ശരിക്കും കൊതിയാണ് വരുന്നത്, എനിക്കിങ്ങനൊന്നും ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആര്യൻ പറയാണ്, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയതെന്ന്. ലൈഫിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുണ്ട്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് പലർക്കും പല കാര്യങ്ങളും ഞാൻ ഡൊണേറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ വളർന്നു വന്ന ഒരു പയ്യനാണെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, ആര്യനുള്ള സീസണിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയല്ലോ എന്ന് അക്ബർ പറയുന്നു. അത് കേട്ടിട്ട് സാബുമോൻ പറയുന്നു, ആര്യൻ കഴിഞ്ഞ ജന്മം എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആര്യൻ, നീ ഇവിടുന്ന് ഇറങ്ങിയാൽ ഞങ്ങളൊന്നും മറക്കല്ലോ കേട്ടോ എന്ന് സാബുമോൻ. ഉറപ്പായിട്ട് ഞാൻ മറക്കത്തില്ല, ഉറപ്പായിട്ട് എനിക്ക് ഓർമ്മയുണ്ടാകുമെന്ന് പറയുന്നു. സിംഗറായ ഒരു ആർട്ടിസ്റ്റായി എനിക്ക് ഓർക്കാൻ പറ്റുമെന്ന് പറയുന്നു ആര്യൻ. ഞാൻ സിംഗറല്ല, നീ ആക്ടറല്ലേ, അപ്പം നീ മറക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് അക്ബർ പറയുന്നു. അങ്ങനൊന്നുമില്ല, എൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നു. സാബുമോൻ ചോദിക്കുന്നത്, പൈസ കൊടുത്ത് സിംഗറാവാൻ പറ്റുമോ? അപ്പം അക്ബർ പറയുന്നു, പൈസ കൊടുത്ത് സിംഗറാവാൻ പറ്റത്തില്ല. അപ്പം ചോദിക്കുന്നത്, നീ എന്തോ കളിയാക്കിയതാണല്ലോ, അപ്പോൾ എന്നെയാണോ പറഞ്ഞതെന്ന് ആര്യൻ ചോദിക്കുന്നത്. അപ്പോൾ സാബുമോൻ ചിരിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, പടാ പട്ടി എന്ന് പറയുന്നു. അക്ബർ പറയുന്നത്, നീ ഇടുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. അപ്പം ആര്യൻ പറയുന്നത്, അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം എന്നിട്ട് ആര്യൻ ചോദിക്കുന്നത്, നീ എന്താ ആ ഒരു ടോക്ക്? അപ്പോൾ നല്ലതെന്ന് പറയണ്ടേടാ അക്ബർ പറയുന്നത്. അത് നീ സംസാരിക്കുന്ന കേട്ടാൽ എന്നെ എന്തോ ആക്കിയ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സല്ല ഞാൻ ഇടുന്നതെന്ന് പറയുന്നത്. എങ്കിൽ നീ എൻ്റെ ഡ്രസ്സ് ഇട്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എൻ്റെ ഡ്രസ്സ് ഇട്ടോ. അപ്പോൾ അക്ബർ പറയുന്നത്, നിൻ്റെ സൈസ് അല്ലല്ലോ എനിക്ക്. അപ്പോൾ പിന്നെ എനിക്ക് നിൻ്റെ സൈസ് എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അന്നേരം അക്ബർ പറയുന്നത്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നടക്കാനെന്ന്. അപ്പം ആര്യൻ എഴുന്നേറ്റ് കാണിക്കുന്നത്, ഇങ്ങനെ സ്റ്റൈലായിട്ടാണെന്ന് പറഞ്ഞ് കുണുങ്ങി നടന്ന് കാണിക്കുന്നത്. ആര്യൻ എന്തോ അക്ബർ ആക്കി സംസാരിക്കുന്ന പോലെ ആര്യന് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.